This Malayalam poem entitled Marthoma Shliha എഴുതുന്നു, meaning St. Thomas writes, explains the meaninglessness of calling St. Thomas as Doubting Thomas. It is explained that St. Thomas wanted to be an eyewitness to the risen Christ so that when he would preach the gospel in India, people would believe him rather than calling him a liar. മലങ്കര തന്നിൽ ഞാൻ സ്ഥാപിച്ചൊരു സഭയാം മക്കൾക്കെഴുതുന്നതു ഞാൻ. ഒന്നാമത്തെ നൂറ്റാണ്ടിൽ ഞാൻ മലയാങ്കര വന്നെത്തിച്ചേർന്നു. ഏറിയ കാലം കപ്പലിനുള്ളിൽ യാത്രയതായിട്ടെത്തിച്ചേർന്നു. മലയാങ്കരയുടെ മണ്ണിലതെത്തി സുവിശേഷം ഘോഷിപ്പാനായി. സുവിശേഷം കൈക്കൊണ്ടതുമൂലം പലരും ക്രൈസ്തവ മാർഗേ വന്നു. കൈവപ്പതിനാൽ പൗരോഹിത്യവും ഏറ്റു പലരും എൻ കയ്യാലേ. ക്രൈസ്തവ മാർഗേ വന്ന ജനങ്ങൾ കാരാധിപ്പാൻ പള്ളികൾ തീർത്തു. അങ്ങനെ 7 പള്ളികളിവിടെ തീർത്തു ഞാനും നിങ്ങൾക്കായി. സുവിശേഷം ഘോഷിപ്പാനായി തമിഴകമതിലും പോയി വസിച്ചു. അവിടൊരുവൻ തൻ കുന്തത്താലേ ഏറ്റൊരു മുറിവാലെന്നുയിർ പോയി. ഉയർത്തെഴുന്നേറ്റവനാം ക്രിസ്തുവിനെ കാണണമെന്നു ശഠിച്ചതുമൂലം സായ്പിൻ നാട്ടിൽ ഡൗട്ടിംഗ് തോമസ് എന്നൊരു വിളിപ്പേരെനിക്കുണ്ടായി. ക്രിസ്തു തന്നെ പുനരുത്ഥാനം സത്യമതാണെന്നറിയാമെങ്കിലും കാര്യം നിങ്ങളറിഞ്ഞിടേണം എൻ ശാഠ്യത്തിനു കാരണമെന്ത്. സുവിശേഷം ഘോഷിപ്പാനായി അപ്പോസ്തോലന്മാരെ മുഴുവൻ ലോകം തന്നെ അറ്റത്തോളം പോകാൻ നാഥൻ കൽപ്പിച്ചാക്കി. ഇന്ത്യ എന്ന വിദൂരമതാകും ദേശമെനിക്കു നറുക്കതു വീണു. ക്രിസ്തു തന്നെ പുനരുത്ഥാനം കേട്ടറിവാണെന്നെങ്ങനെ പറയും. ഉയർത്തെഴുന്നേറ്റൊരു ക്രിസ്തുവിനെ ഞാൻ നേരിൽ കണ്ടില്ലെന്നു പറഞ്ഞാൽ എൻ വാക്കെങ്ങനെ നമ്പും നിങ്ങൾ? കള്ളക്കഥയെന്നോതുകയില്ലേ? അതിനാൽ ഉത്ഥിതനായൊരു നാഥനെ നേരിൽ കാണാൻ വാശി പിടിച്ചു. അങ്ങനെയൊരു നാൾ നാഥൻ വാതിൽ ബന്ധിതമായൊരു മുറിയിൽ വന്നു. എന്നിട്ടെന്നോടരുളി ചെയ്തു, നീട്ടുക നിൻ കൈ സ്പർശിക്കെന്നെ. എൻ കർത്താവും ദൈവവുമേ എന്നാർത്തു വിളിച്ചവനെ ഞാൻ തൊട്ടു. ഉദ്ധിതനായൊരു ക്രിസ്തുവിനെ ഞാൻ നേരിൽ കണ്ടതു സാക്ഷിക്കുന്നു. ഇനിയും ചൊല്ലുക മക്കളെ നിങ്ങൾ, ഞാനൊരു ഡൗട്ടിംഗ് തോമസ് തന്നെയോ?